സെൻട്രൽ കോളേജിലെത്തിയത്. നിലവിൽ പ്രോട്ടോകോൾ അനുസരിച്ച് ഇവർ നിരീക്ഷണത്തിലാണ്. മനുഷ്യജീവന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടുമെന്നും വന്യജീവി ആക്രമണത്തിനെതിരെ ഫലപ്രദമായി നടപടിയെടുക്കാൻ കഴിയാത്തത് കേന്ദ്ര നിയമം കൊണ്ടാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വന്യജീവി ആക്രമണം വർദ്ധിക്കുമ്പോൾ അതിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ വസ്തുത പരിശോധിക്കുന്നതിന് പലരും തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ വന്യജീവി ആക്രമണങ്ങൾ നേരിടുന്നതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അതിന് കാരണം കേന്ദ്ര നിയമമാണ്. 1972 കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 11A പ്രകാരം ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നിയമങ്ങൾ ആക്രമണകാരികളായ വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യാൻ തടസ്സമായി നിൽക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്ത് മാത്രമുള്ള ഒരു പ്രതിഭാസമാണെന്ന് കാണണം. ഈ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധാരണഗതിയിൽ കഴിയില്ലല്ലോ. പാർലമെന്റ് പാസാക്കിയ നിയമം ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാരാണ് തയ്യാറാകേണ്ടത്. അതുകൊണ്ടാണ് സംസ്ഥാനം പല ആവർത്തി ഈ ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. മലപ്പുറം മാനുപ്പൊട്ടിയിൽ വളർത്തുനായയെ പുലി പിടിച്ചു. താമക്കുട്ടിയുടെ